തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഈ സിനിമ അവസാനിച്ച് വന്നപ്പോഴേക്കും 2021 ആയി, വിച്ച് ഇസ് വൈ ഓൾമോസ്റ്റ് 3 yearsോളം ഞങ്ങൾ ഒരു ടീം, ഇതിന്റെ ഒരു HOD എന്ന് പറയുന്ന ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ നിൽക്കുന്ന ടീം വളരെ ഒരു ടെക്നിക്കൽ ക്രൂവിന് അപ്പുറത്ത് ഒരു സുഹൃത്ത് ബന്ധത്തിലേക്ക് അത് പോയി. സിനിമകളിൽ മാനേജർ പരിപാടി എന്താണെന്ന് ഞാൻ അതും കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാം, ബിക്കോസ് അതിനെക്കുറിച്ചും ഒരു ചർച്ചകളുണ്ട്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഹു ആർ പ്രൊഡ്യൂസേഴ്സ്, പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ്, നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് എന്റെ ഡയറക്റ്റ് ആക്സസ് ഉണ്ട്. അപ്പൊ ഒരു സിനിമ എന്നിലേക്ക് എത്തണമെങ്കിൽ ആർക്കും എപ്പോ വേണമെങ്കിലും വിളിക്കാം. ആ കൂട്ടത്തിൽ പെടുന്ന ഒരാളെന്ന നിലയിൽ എന്റെ ആദ്യത്തെ സിനിമയിൽ, പ്രൊഡക്ഷൻ കമ്പനിയുടെ ആദ്യത്തെ സിനിമയിൽ 3 വർഷത്തോളം എന്റെ ചുറ്റും നിന്നപ്പോൾ എന്നിലേക്ക് പെട്ടെന്ന് ആക്സസ് കിട്ടാനുള്ള സാധ്യത ഇയാളിലൂടെ ഉണ്ടായിരുന്നു എന്ന് സത്യമാണ്. എന്നാൽ അയാളെ ഞാൻ അവന്റെ ഓൾറെഡി എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു അന്തർധാര അല്ലെങ്കിൽ ഒരു ധാരണ ഓൺ പേപ്പർ ഉണ്ടായിട്ടില്ല. ബിക്കോസ് ലെറ്റ്സ് സിനിമയിൽ വളരെ പ്രോമിനന്റ് ആയ ഒരു പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ മാനേജറും എക്സിക്യൂട്ടീവ് കൺട്രോൾ ആയി നിൽക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വളരെ പ്രിയപ്പെട്ട ബാദുഷ ചേർന്നുണ്ട്. പുള്ളി നമുക്ക് കുറെ പ്രൊജക്ടുകൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒരിക്കലും പുള്ളിനെ എന്റെ മാനേജറായിട്ട് കൂട്ടാൻ പറ്റില്ല. പുള്ളി ഇതില്ല. ഞാൻ അതിനെ എക്സാംപ്ലിഫൈ ചെയ്യണം, വാട്ട് ഇസ് ദ സിറ്റുവേഷൻ. അല്ലാതെ എന്നെ ചലഞ്ച് ചെയ്യാൻ പറയില്ല. ഞാൻ അതിന്റെ ഒരു മലയാള സിനിമയിൽ ഇത് നടക്കുന്ന അതിന്റെ പ്രോട്ടോകോൾ. എനിവേസ്, ഞാൻ ഈ പറഞ്ഞ ദിവസം ഇയാളെ കാണാൻ പോകുമ്പോൾ വളരെ യാദർശികമായിട്ട് അവിടെ വേറൊരു ഞങ്ങളുടെ കോമൺ ഫ്രണ്ടായ സുഹൃത്ത് അവിടെ ഉണ്ടായി. ഇയാളുമായിട്ട് നിങ്ങൾ ഇന്നലെ ഒരു വീഡിയോ സർക്കുലേറ്റ് ചെയ്ത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അതിൽ വളരെ മാന്യമായിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിൽ വേറെ നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ ഒരുപാട് മീഡിയാസ് അല്ലെങ്കിൽ കുറെ പേര് ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന അടി ഉണ്ടായിട്ടില്ല. ഇതൊരു അടി കേസായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ബിക്കോസ് അടി ഉണ്ടായിട്ടില്ല. ഞാൻ ആവർത്തിച്ചുകൊണ്ട് പറയാണ്, ആസ് എ വ്യക്തി എന്ന നിലയിൽ ഞാൻ ഇതുവരെ എന്റെ 22-ാം വയസ്സിലും 21-ാം വയസ്സിലും കണ്ട ആൾക്കാർ ഇവിടെ ഈ കൂട്ടത്തിലുണ്ട്. ചേട്ടാ, നമ്മൾ ആദ്യം പരിചയപ്പെടുമ്പോൾ എനിക്ക് 21 വയസ്സാണ്. ഇന്നിപ്പോൾ എനിക്ക് 38 ആവും. ഞാൻ പറഞ്ഞു, ഞാൻ നുണ പറയാറില്ല. മാത്രമല്ല, എനിക്ക് ചെയ്ത കാര്യങ്ങൾ സമ്മതിക്കാനും മടിയില്ല. അന്ന് ഉണ്ടായ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇയാൾ വരുന്നു, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, ഇയാൾ വരുന്നു. പുള്ളി ചെയ്ത കാര്യങ്ങൾ നമുക്ക് പൊറുക്കാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് ഒരു സുഹൃത്ത് എന്ന നിലയിൽ എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു എന്ത് അവസ്ഥയിലാണ് ഇയാൾ ഇത്രയും മോശപ്പെട്ട കാര്യങ്ങൾ നമ്മളെ കുറിച്ച് സംസാരിക്കുന്നത്. എന്റെ സുഹൃത്തായ മറ്റേ ഡയറക്ടർ പറഞ്ഞു ഇയാൾ ഓൾറെഡി അപ്പോളജറ്റിക് ആണെന്ന്. ഒരു ഹീറ്റഡ് ആർഗ്യുമെന്റിന്റെ ഭാഗമായിട്ട് ഇയാളോട് കൂളിംഗ് ഗ്ലാസ് എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇവിടെ നിങ്ങളോട് മുന്നിൽ കൂളിംഗ് ഗ്ലാസ് ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ യു വിൽ ഫീൽ ഇൻസൾട്ടഡ്, ബിക്കോസ് ഞാനൊരു സീരിയസ് കാര്യം സംസാരിക്കാൻ വരികയാണ്. നിങ്ങൾ ആ സൈക്കോളജിക്കൽ സാധനം മനസ്സിലാക്കുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേസ്, ഒരു ഹീറ്റഡ് ആർഗ്യുമെന്റ് ഞാൻ ഈ കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിഞ്ഞു. സത്യമാണ്. പുള്ളി പേടിച്ചിട്ട് കുറച്ച് നേരത്തിന് കരഞ്ഞിട്ട് പുള്ളി മാപ്പ് പറഞ്ഞു പോയി. ആ കൂട്ടത്തിൽ അവിടെ ഉണ്ടായ ഞങ്ങളുടെ വളരെ കോമൺ ആയ ഒരാൾ, പുള്ളിക്ക് ഈ വിഷയം എന്താണെന്ന് പോലും അറിയാത്ത ഒരാളാണ്. അത് പോലീസിന്റെ അടുത്ത് മൊഴി പറഞ്ഞിട്ടുണ്ട്. പുള്ളി പറഞ്ഞ മൊഴിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഒരു കുറ്റം ഇയാളുടെ ഭാഗത്ത് നിന്നായിട്ടുണ്ട്, അത് പുള്ളി സമ്മതിച്ചു. അത് ഉണ്ണിയോട് ഞാൻ ആകെ ചോദിച്ചത് ഒരു റിട്ടേൺ അപ്പോളജിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഉണ്ടായ പ്രോബ്ലംസ് എല്ലാം എനിക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രോബ്ലംസ് ആണ്. അപ്പൊ എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് മാത്രമാണ് പറഞ്ഞത്. മാത്രമല്ല, ഇനി അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഒരു ടെക്നീഷ്യൻ ലെവലിൽ മാത്രമല്ല, ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പുള്ളിയോടൊപ്പം വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇതൊരു പബ്ലിക് ഡൊമൈനിൽ പോയിട്ട് പുള്ളിനെ ഡിഫെയിം ചെയ്യാനോ മറ്റു കാര്യം ചെയ്യാനോ നമ്മൾ നിൽക്കണ്ടായിരുന്നു. ബിക്കോസ് ഞങ്ങൾ എല്ലാവരും സുഹൃത്തുക്കളാണ് ആയിരുന്നു എന്ന് പറയാം. ഒരു വൈകുന്നേരം ആയപ്പോഴേക്കും ഇതിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഒരുപാട് പേര്, എന്നെ വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരുപാട് പേര് ഈ ഇഷ്യൂ മറിച്ചിട്ട് വേറെ കൂടി കാര്യം പറയാം. ഓൾറെഡി ഒരു ഫീമെയിൽ സിനി ആർട്ടിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഓൾറെഡി എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസം മുന്നേ തന്നെ വളരെ പോപ്പുലറായ വേറെ ഫീമെയിൽ സിനി ആർട്ടിസ്റ്റ് ഫെഫ്കേലോ എവിടെ ഒരു കംപ്ലൈന്റ് ഇയാൾക്കെതിരെ എതിരെ ഉണ്ട്. ഇതൊരു റിപ്പീറ്റഡ് ഒഫൻസ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വന്നത് ഫേസ് വാല്യൂവിൽ ഒരാള് പറഞ്ഞ കാര്യങ്ങൾ, ദാറ്റ് ഈസ് എന്റെ അടുത്ത സുഹൃത്തായ ടോയിനോടെ പേര് പറഞ്ഞിട്ട് ഞാൻ ഇയാളുടെ സിനിമയെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു അടിച്ചു എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഒറിജിനൽ ഇഷ്യൂന്ന് ട്രാക്ഷൻ മാറ്റാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു കഥയാണ്. എന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ആക്ച്വൽ ഇഷ്യൂ ആരും ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഞാൻ എന്തിനാണ് ഇയാളോട് സംസാരിക്കാൻ പോയത്, എന്താണ് എനിക്ക് ഇഷ്യൂ ഉണ്ടായത്. എനിക്ക് തോന്നുന്നു ഞാൻ ഒരാളുമായിട്ട് വഴക്കുണ്ടാക്കുന്നതിൽ ഒരു ന്യൂസ് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് ഡെഫിനറ്റ്ലി ഒരു 2 താരങ്ങൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി രസകരമായിരിക്കും. ഞാൻ മനസ്സിലാക്കിയത് ഇയാൾക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ലീഗലി ഫൈറ്റ് ചെയ്യണമെന്നാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് എന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും എന്റെ മാനസികാവസ്ഥയെക്കുറിച്ചും എന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും ഞാൻ എന്ന വ്യക്തിയെക്കുറിച്ചും ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ഡിഫെയിം ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതുവരെ ഒരു ഇഷ്യൂ എന്താണെന്ന് പുള്ളി അഡ്രസ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് കംപ്ലീറ്റ്ലി ഫാബ്രിക്കേറ്റഡ് ആണ്. പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ നിഷേധിക്കുന്നു. എന്നെ സംബന്ധിച്ച് നടന്ന കാര്യങ്ങൾ ഇതാണ്. ഇതൊരു
വളരെ മോശപ്പെട്ട കാര്യം പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതുകൊണ്ട് അത് വിത്ത് പ്രൂഫ് പിടിക്കപ്പെട്ടു. ഇനി ഞാൻ ഈ പറയുന്ന ആൾക്കാർ ആരാണ്, ചുമ്മാ നിങ്ങളുടെ മുന്നിൽ ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ടോപ്പ് എന്താ പറയാ ഏറ്റവും പ്രോമിനന്റ് ആയ ഹീറോയിൻസിന്റെ പേര് വെച്ചിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി പോകുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് അമ്മ അസോസിയേഷനിലേക്കും പെഫ്കയിലേക്കും ഫോൺ വിളിച്ച് ചോദിക്കാം ഇങ്ങനത്തെ പരിപാടി ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഞാൻ ഇപ്പോഴും പറയാണ്, യു ക്യാൻ ക്രോസ് ചെക്ക് റൈറ്റ് നൗ.